ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റിലേ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ കുറിച്ചാണ്. ഈ ഒരു സാധനമാണ് ഇലക്ട്രോമാഗ്നറ്റിക് റിലേ എന്ന് പറയുന്നത്. ഇത് PCB ടൈപ്പാണ്. PCB ടൈപ്പ് എന്ന് പറഞ്ഞാൽ PCBയിൽ ഉപയോഗിക്കുന്നതാണ്. PCBയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് ഉപയോഗിക്കാം. ഇനി ഇതല്ലാത്ത PCBയിൽ ഡയറക്റ്റ് സോൾഡർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റിലേകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് 5 പിന്നുകളുള്ള റിലേ ആണ്. ഇതിൽ കൂടുതൽ പിന്നുകളുള്ളതും ഉള്ള റിലേകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ റിലേ എന്താണെന്നും അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. ഒരു റിലേൻ്റെ ഉൾഭാഗത്തുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മാഗ്നറ്റാണ്. അതായത് ഒരു കമ്പി ചുറ്റി പച്ചിരുമ്പ് കോറിൻ്റെ മുകളിൽ ഒരു ചെമ്പ് കമ്പിയെ ചുറ്റി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ DC സപ്ലൈനെ നൽകി കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റായിട്ട് മാറും. AC നൽകി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു ട്രാൻസ്ഫോമർ പോലെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ സംഭവിക്കുക. എന്നാൽ നമ്മൾ ഇതിലേക്ക് DC നൽകി കഴിഞ്ഞാൽ ഇത് കാന്തമായിട്ട് മാറും. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് 3 പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ടാകും. ഈ 3 പ്ലേറ്റുകളിലെ നടുക്കുള്ള പ്ലേറ്റ് ഈ എൻഡിലുള്ള പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടാവും, തട്ടിയിട്ടാണ് ഇരിക്കുക. ഇതുമായി ഇവിടേക്കൊരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ പ്ലേറ്റും അതുപോലെ തന്നെ ഈ ലാസ്റ്റിലെ പ്ലേറ്റും ഫിക്സഡ് ആയിരിക്കും. എന്നാൽ ഈ നടുക്കുള്ള പ്ലേറ്റിന് മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ മൂവ് ചെയ്യാൻ കഴിയുന്ന പ്ലേറ്റിനെ കോമൺ എന്നും ഈ പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റിലുള്ള ഇതിനെ നോർമലി ക്ലോസ്ഡ് എന്നും കോണ്ടാക്റ്റ് ഇല്ലാത്ത ഇതിനെ നോർമലി ഓപ്പൺ എന്നുമാണ് പറയുക. ഇനി നമ്മളിവിടെ DC നൽകിക്കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റായിട്ട് മാറും. മാഗ്നറ്റായി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ്, ഇതാണ് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലേറ്റ്, ഇത് രണ്ടും ഫിക്സഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മൂവ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ് ഇങ്ങോട്ട് നീങ്ങുകയും ഇതിലേക്ക് തട്ടും. ഈ പ്ലേറ്റ് നേരെ ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് ഷോർട്ട് ആവുകയാണ് ചെയ്യുക. ഇതൊരു സ്വിച്ചാണ്. ഈ സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ ഒരു ഫേസ് കൊടുത്തു, സപ്ലൈ ഈ ഒരു ഭാഗത്തേക്ക് ഫേസ് കൊടുത്തു. ഈ നോർമലി ക്ലോസ്ഡിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ട് ഈ ബൾബിൻ്റെ എൻഡിൽ ന്യൂട്രലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ DC ഒന്നും നൽകാത്ത സമയത്ത് ഈ ബൾബ് കത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ DC നൽകി കഴിഞ്ഞാൽ ഈ ബൾബ് ഓഫാകും. കാരണം ഈ പ്ലേറ്റിൻ്റെ കോണ്ടാക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് ഓഫാകും. ഇനി അല്ലെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇവിടെ ന്യൂട്രലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ DC നൽകുന്നതോടു കൂടി ഈ ബൾബ് ഓണാകും. കാരണം ഈ സപ്ലൈ കോണ്ടാക്റ്റ് ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ നിന്നുള്ള ഫേസ് ഇതുവഴി നേരെ ബൾബിലേക്കാണ് പോവുക. അപ്പോൾ ആ സമയത്ത് ബൾബ് ഓണാകും. അപ്പോൾ ഇതൊരു സ്വിച്ചാണ്. DC സപ്ലൈ കൊടുത്തിട്ട് ഹൈ കറണ്ടിനെയും ഹൈ വോൾട്ടേജിനെയും ഒക്കെ സ്വിച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു സ്വിച്ചിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറയുന്നത്. ഇത് ആംബിയറിനനുസരിച്ച് പല ആംബിയറിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകളും അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഇത് 6 ആംബിയർ റിലേ ആണ്. 6 ആംബിയർ ആണ് അതിൽ താങ്ങുക. നമുക്ക് 230 വോൾട്ട് 250 വോൾട്ടൊക്കെ കൊടുക്കാൻ പറ്റും. 12 വോൾട്ടിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും. അതായത് 12 വോൾട്ട് ഈ DC ആയിട്ട് ഇവിടെ 12 വോൾട്ടാണ് കൊടുക്കേണ്ടത്. 12 വോൾട്ട് കൊടുക്കുമ്പോൾ അത് ഓണാകും. 12 വോൾട്ട് സപ്ലൈ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറയുക. ഇതിൻ്റെ ഉപയോഗം ഒരു സർക്യൂട്ട് വെച്ചിട്ട് പറയാം. ഇതിൻ്റെ സർക്യൂട്ട് സിമ്പൽ ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. സർക്യൂട്ട് സിമ്പലിൽ ഇത്തരത്തിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൽ നടുക്കുള്ളത് കോമണും, ഇത് നോർമലി ക്ലോസ്ഡും, ഇത് നോർമലി ഓപ്പണും. ഇങ്ങനെ തമ്മിൽ കോണ്ടാക്റ്റ് കാണിക്കാത്തത് നോർമലി ഓപ്പൺ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, ബൈക്കുകൾ അല്ലെങ്കിൽ കാറ് പോലത്തെ വാഹനങ്ങൾക്കൊക്കെ അതിൽ സെൽഫ് മോട്ടോറുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടോർ കൊടുത്തിട്ടുണ്ട്. ഈ മോട്ടോറിലേക്ക് നേരിട്ട് DC സപ്ലൈ കൊടുക്കുമ്പോഴാണ് ബൈക്ക് സ്റ്റാർട്ടാവുന്നത്. എന്നാൽ നേരിട്ട് അതിലേക്ക് DC സപ്ലൈ കൊടുക്കുന്നതിന് കുറച്ച് പോരായ്മകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടോർ കൂടുതൽ കറണ്ട് എടുക്കുന്നതാണ്. നമുക്കതിൻ്റെ സെൽഫ് മോട്ടോറിലേക്ക് പോകുന്ന വയറിൻ്റെ വണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര വണ്ണം കൂടിയ വയറാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ വണ്ണം കൂടിയ വയറായതുകൊണ്ട് തന്നെ, ഇതിൽ കൂടുതൽ കറണ്ട് എടുക്കുന്ന മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൊടുക്കുന്ന സ്വിച്ച്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ബാറ്ററി ഉണ്ടെന്ന് കരുതിക്കോളൂ. ഒരു ബാറ്ററി, നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ഉണ്ട്. ബാറ്ററിൻ്റെ നെഗറ്റീവ് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഇനി പോസിറ്റീവിൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ മോട്ടോർ വർക്ക് ചെയ്യും. അപ്പോൾ സെൽഫ് സ്റ്റാർട്ടാവും. എന്നാൽ ഹൈ കറണ്ട് ഒഴുകുന്നിടത്ത് നമ്മൾ സ്വിച്ച് വെക്കുമ്പോൾ വലിയ സ്വിച്ച് വെക്കേണ്ടി വരും.
നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പവർ പ്ലഗ് എന്ന് പറയുന്ന 16 ആംപിയർ 32 ആംപിയറൊക്കെ എടുക്കുന്നതിന് വലിയ സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മോട്ടോറുകളും 10-12 ആംപിയർ കറണ്ടൊക്കെ എടുക്കുമ്പോൾ, ഹൈ കറണ്ട് എടുക്കുമ്പോൾ അവിടെ ഹൈ കറണ്ട് താങ്ങാൻ വേണ്ടിയിട്ട് വലിയ സ്വിച്ചുകൾ കൊടുക്കേണ്ടി വരും. പക്ഷേ വാഹനങ്ങളിലെല്ലാം അവിടെ ചെറിയ സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. വാഹനങ്ങളിലൊക്കെ ചെറിയ സ്വിച്ച് ഉപയോഗിക്കാൻ കാരണം അവിടെ ഒരു റിലേൻ്റെ സഹായത്തോടെയാണ് ഈ മോട്ടോറിനെ ഓൺ ചെയ്യുന്നത്. അതായത് റിലേൻ്റെ ഒരു വയറിനെ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും, ഈ ഒരു വയറിനെ നേരിട്ട് മോട്ടോറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് ഈ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കോൺടാക്റ്റിൽ വരും. കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ മോട്ടോർ വർക്ക് ചെയ്യും. അപ്പോൾ മോട്ടോറിലേക്കുള്ള ഹൈ കറണ്ട് ഒഴുകുന്നത് റിലേൻ്റെ ഉള്ളിലൂടെയായിരിക്കും. ഈ റിലേനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററിയിൽ നിന്നുള്ള ഒരു വയർ എടുക്കും. ആ വയറിൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് റിലേയിലേക്ക് ഈ നെഗറ്റീവ് സപ്ലൈ ഇവിടെ നിന്ന് കൊടുത്തു. ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ റിലേ ആണ് ഓൺ ആവുന്നത്. റിലേ ഓൺ ആയി കഴിഞ്ഞാൽ റിലേൻ്റെ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കോൺടാക്റ്റിൽ വരികയും ഈ മോട്ടോറിലേക്ക് ഇതുവഴിയുള്ള സപ്ലൈ കിട്ടുകയും ചെയ്യും. സപ്ലൈ കിട്ടുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്തോളും. ഇവിടെ റിലേനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ കറണ്ട് മതി. ഒരു 100 മില്ലി ആംപിയറിലും താഴെയുള്ള കറണ്ട് മാത്രം മതി റിലേ ഓൺ ആവാൻ. എന്നാൽ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റുകൾ വഴി ഒഴുകുന്നത് ഹൈ കറണ്ടുമാണ്. അപ്പോൾ നമുക്കിവിടെ ചെറിയ സ്വിച്ച് കൊണ്ട് തന്നെ ബൈക്കിനെയോ കാറിനെയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഇതാണ് റിലേൻ്റെ പ്രധാന ഉപയോഗം. ചെറിയ കറണ്ട് കൊണ്ട് വലിയ കറണ്ടിലുള്ള ഒരു ലോഡിനെ, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിലുള്ള ഒരു ലോഡിനെ, അത് AC ആണെങ്കിലും DC ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഇതൊരു മെക്കാനിക്കൽ കമ്പോണൻ്റ് ആണ്. ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെക്കാനിക്കൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ ചെറിയ ഒരു വോൾട്ടേജ് കൊണ്ട് ഹൈ വോൾട്ടേജിലുള്ള ഒരു ലോഡിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉപയോഗിക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് റിലേനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഈ റിലേൻ്റെ ആവശ്യം വരുന്നത് ടൈമറുകൾ, ടൈം ഡിലേകൾ പോലത്തെ സർക്യൂട്ടുകളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെബിലൈസറുകളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ റിലേ തന്നെയാണ്. ഒരു എക്സാമ്പിൾ സർക്യൂട്ടൂടെ അതിന് പറയാം. ഇപ്പോൾ നമ്മളൊരു ട്രാൻസിസ്റ്റർ എടുത്ത് ഇതിലേക്കൊരു റിലേനെ കണക്ട് ചെയ്യുകയാണ്. BC 547 148 ഏതെങ്കിലും ഒരു കോമൺ അവൈലബിൾ ആയുള്ള ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററിലേക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ ഇട്ടെടുത്തു, ഒരു 47 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ. ഇവിടെ ഒരു LDRനെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടേക്ക് 12 വോൾട്ടും കൊടുത്തു, പ്ലസ് 12 വോൾട്ട്. എന്നിട്ട് ഈ വയറിൽ നേരെ ഫേസിലേക്ക്, ഈ വയർ നേരെ ബൾബിലേക്ക്, ബൾബിൽ നിന്ന് നേരെ അത് ന്യൂട്രലിലേക്ക്. അതായത് നമ്മൾ സ്വിച്ച് നോക്കിയാൽ മതി. സാധാരണ ഒരു ബൾബിലേക്ക് പോകുന്ന സ്വിച്ചിൽ 2 പോയിൻ്റാണ് ഉണ്ടാവുക. ഒരു പോയിന്റിലേക്ക് ഫേസ് വരുന്നുണ്ടാവും, അടുത്ത പോയിന്റിൽ നിന്ന് ഫേസ് പുറത്തേക്ക് പോയി നേരെ ബൾബിലേക്ക് പോയി അത് നേരെ ന്യൂട്രലിലേക്ക്. ഇത്തരത്തിലുള്ള ഒരു വയറിംഗ് സിസ്റ്റമാണ് സാധാരണ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ 2 പിന്നുകളുണ്ടാവും. ആ 2 പിന്നിലേക്ക് റിലേൻ്റെ 2 പോയിന്റുകളെ കണക്ട് ചെയ്തു. കോമണിനെയും നോർമലി ഓപ്പണിനെയും കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്ലൈ നേരെ ഇവിടെ വന്ന് നിൽക്കും. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കറണ്ട് കിട്ടണം. ബേസിൽ കറണ്ട് കിട്ടുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ഓൺ ആവുക. ട്രാൻസിസ്റ്റർ ഓൺ ആയാൽ ഈ റിലേയിലൂടെ കറണ്ട് ഒഴുകും. റിലേയിലൂടെ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ ഈ റിലേ ഓൺ ആകും. റിലേ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഫേസിൽ കണക്ട് ചെയ്ത ഈ പിന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് വരും. കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ബൾബ് വർക്ക് ചെയ്തോളും. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ചെയ്യുന്നത്രേ ഉള്ളൂ. ഈ LDRനെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ, കൂടുതൽ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ LDRൻ്റെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ നല്ല വെളിച്ചമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ LDRൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന സപ്ലൈ മുഴുവൻ ഈ റെസിസ്റ്റൻസ് വഴി ഇങ്ങനെ അടിയിലോട്ട് പോകും. കാരണം ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കറണ്ടൊക്കെ ഇങ്ങോട്ട് ഒഴുകും. എന്നാൽ ഹൈ റെസിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ, ഇവിടെ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വോൾട്ടേജിന് താഴേക്ക് പോകാൻ പറ്റില്ല. ആ വോൾട്ടേജിനാകെ പോകാനുള്ള വഴി ഇങ്ങോട്ടാണ്. വോൾട്ടേജുകളൊക്കെ നേരെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമുക്ക് കറണ്ട് കിട്ടി. ബേസിലേക്ക് കറണ്ട് കിട്ടിയാൽ ട്രാൻസിസ്റ്റർ ഓണായി. ട്രാൻസിസ്റ്റർ ഓണായി കഴിഞ്ഞാൽ റിലേ ഓൺ ആയിക്കോളും, ബൾബ് കത്തിക്കോളും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നത് രാത്രി ആകുമ്പോഴാണ്, ഇരുട്ടാകുമ്പോഴാണല്ലോ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നത് LDRൻ്റെ. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് റിലേ ഓൺ ആവുക. ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി ആകുമ്പോൾ ലൈറ്റ് ഓൺ ആവുന്ന സിസ്റ്റം, വെളിച്ചം വന്നു കഴിഞ്ഞാൽ അത് ലൈറ്റ് ഓഫ് ആവുന്നതും ഒരു സിസ്റ്റം ഇതുകൊണ്ട് നമുക്ക് ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നേരിട്ട് ഈ ഹൈ വോൾട്ടേജിലുള്ള ബൾബിനെ ഓണാക്കാനും ഓഫാക്കാനും റിലേ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റിൻ്റെ സഹായത്തോടെയാണ് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ റിലേയിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്. SPD ടീം, SPS ടീം, അതേപോലെ തന്നെ DPD ടീം, അങ്ങനെ കുറേ റിലേകളുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള PCB ടൈപ്പ് റിലേകളാണ്.
PCP ടൈപ്പ് റിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുകിട സർക്യൂട്ടുകളെല്ലാം നമുക്ക് ചെയ്യാം. 6 ആംപിയർ വരെയൊക്കെ താങ്ങാൻ പറ്റുന്നതാണിത്. ഇതിനേക്കാൾ കൂടുതൽ ആംപിയർ താങ്ങാൻ പറ്റുന്ന റിലേകളും അവൈലബിൾ ആണ്. ഇതേപോലെ PCBയിൽ തന്നെ വരുന്ന വലിയ റിലേകളുണ്ട്. 30 ആംപിയറും 40 ആംപിയറും ഒക്കെ താങ്ങാൻ പറ്റുന്ന റിലേകളും നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ റിലേനെ സാധാരണ വലിയ റിലേകളാണ് എന്നുണ്ടെങ്കിൽ PCB ടൈപ്പ് അല്ലാത്ത റിലേകളിൽ അതിൻ്റെ കാലുകൾ ഏതൊക്കെയാണ്, നോർമലി ക്ലോസ്ഡ് ഏതാ, നോർമലി ഓപ്പൺ ഏതാ, കോമൺ ഏതാ എന്നുള്ളത് നമുക്ക് അതിലേക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് ഒരു ഗ്ലാസ് ടൈപ്പ് കവറിംഗ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ അത് കോൺടാക്റ്റ് ഉള്ളതും കോൺടാക്റ്റ് ഇല്ലാത്തതൊക്കെ കാണാൻ കഴിയും. എന്നാൽ PCB ടൈപ്പ് റിലേകൾക്ക് 5 പിന്നുകളാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഏതൊക്കെയാണ് അതിലെ പിന്നുകൾ എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 5 പിന്നുകളാണുള്ളത്. ഈ ഭാഗത്ത് 3 പിന്നുകളുണ്ട്, അതുപോലെ ഇപ്പുറത്ത് 2 പിന്നുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നൗട്ട് എങ്ങനെയാണ് എന്നുള്ളത് ആണ് ഇനി പറയുന്നത്. റിലേയിലുള്ളത് ഇത്തരത്തിൽ 5 പിന്നുകളാണുള്ളത്. പിന്നുകൾ കുറച്ചുകൂടെ അകലത്തിലായിട്ട് ഇതിൽ ഇങ്ങനെ ഈ 3 പിന്നുകൾ നിൽക്കുന്നതിൽ ഈ 2 എണ്ണമാണ് ഇതിൽ DC കൊടുക്കേണ്ട പിന്ന്. അതായത് ഇതിൻ്റെ കോയിലിൻ്റെ ഭാഗം ഇതാണ്. ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പിന്നാണ് ഇതിൻ്റെ കോമൺ. ഇനി ഇവിടെ ഈ 2 പിന്നുകളുണ്ട്. അതിൽ ഒന്ന് നോർമലി ഓപ്പൺ ആകാം, ഒന്ന് നോർമലി ക്ലോസ്ഡ് ആവാം. അത് ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് അതിലൊരു റിലേൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ഈ കട്ടിങ്ങിൻ്റെ നേരെ താഴെയുള്ളതായിരിക്കും നോർമലി ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു ഡോട്ട് കൊടുത്തതായിട്ട് കാണാൻ പറ്റും. ആ ഡോട്ടിൻ്റെ നേരെ താഴെയുള്ളത് നോർമലി ഓപ്പൺ ആണ്, അപ്പുറത്തുള്ളത് നോർമലി ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ റിലേൻ്റെ മുകൾ ഭാഗത്ത് ഈ കോയിലിൻ്റെ ഭാഗം വരുന്നിടത്ത് ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ടാകും. ചിലതിൽ ഇപ്പുറത്തെ സൈഡിലും ഡോട്ട് കൊടുക്കാറുണ്ട്. എന്തായാലും ആ ഡോട്ടിൻ്റെ നേരെ ഉള്ള ലെഗ് ഈ ഭാഗത്താണ്, കോയിൽ കൊടുക്കുന്ന ഭാഗത്താണ് ഡോട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ അതേ സൈഡിൽ തന്നെ വരുന്ന ഈ ഭാഗത്തായിട്ടുള്ള കാലിലായിരിക്കും നോർമലി ഓപ്പൺ ആയിട്ടുള്ള കാലുണ്ടാവുക. നോർമലി ഓപ്പൺ ആയിട്ടുള്ള കാലിലാണല്ലോ നമ്മൾ ലോഡ് എപ്പോഴും കൊടുക്കേണ്ടി വരിക. അപ്പോഴല്ലേ സപ്ലൈ വരുമ്പോൾ അത് ഓൺ ആവുന്നത്. അപ്പുറത്തെ കാല് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറയുന്നത്. റിലേനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.